കുറേയധികം മാസങ്ങൾക്ക് മുമ്പ് മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു വിവാഹമുണ്ടായിരുന്നു. എല്ലാവരും ഒരിക്കൽ കാണാൻ ആഗ്രഹിച്ച ഒരു വിവാഹം, അല്ലെങ്കിൽ കൺകുളിർക്കിയ മലയാളികൾ കണ്ടൊരു വിവാഹം എന്നു തന്നെ വെളിപ്പെടുത്താം. അങ്ങനെയാണ് എല്ലാവർക്കും അനാമികയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ പറയാനുണ്ടായിരുന്നത്. വിധി അനാഥമാക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെപ്പോലെ വളർത്തുന്ന അനാഥാലയങ്ങളുണ്ട്. കൊല്ലം ജീവമാതാ കാരുണ്യ ഭവന്റെ ഡയറക്ടർ അവിടത്തെ അന്തേവാസിയായ പെൺകുട്ടിയെ സ്വന്തം മരുമകളാക്കിയ കഥ ആർക്കും മറക്കാനാകില്ല. എന്നാൽ ഇന്നവർ അമ്മുമ്മയായിരിക്കുന്നു. അതെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അനാമിക ഇന്ന് സുന്ദരിയായ ഒരു അമ്മയായിരിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിന് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അവിടത്തെ അന്തേവാസിയായ 18-കാരി അനാമിക നാലാളറിയ കൈപിടിച്ച മകനെ ഏൽപ്പിക്കുകയായിരുന്നു അന്നമ്മ ചെയ്തത്. ഇന്ന് അമ്മ മകളെ മകളുടെ സ്ഥാനത്ത് തന്നെ അവൾക്ക് ഒപ്പിട്ടുകൊടുത്ത് അവളുടെ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അനാമിക വിഷ്ണുവിൻ്റേതായ ഒരു നാടിനെ മുഴുവൻ സാക്ഷിയായിട്ടായിരുന്നു. അന്നു മുതൽ പ്രേക്ഷകരും ഇരുവരുടെ വാർത്തകൾ കാതോർത്തിരിക്കുകയായിരുന്നു. ഒരു നാട് മുഴുവൻ ഒരുമിച്ച കല്യാണമായിരുന്നു ഇത്. അനാമികയ്ക്ക് കൂട്ടായി വിഷ്ണു എത്തിയപ്പോൾ കാരുണ്യഭവനിൽ അനാമിക വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് മാറുകയായിരുന്നു. സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് മാഡം എന്നെ കണ്ടത്. എന്നാൽ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് അനാമിക പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അനാമികയ്ക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. ആ പെൺകുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. അനാമികയ്ക്കും വിഷ്ണുവിനും അത് നന്നായി അറിയാം. അല്ലെങ്കിൽ അവരുടെ അമ്മുമ്മയ്ക്കും അത് നന്നായി അറിയാം. അനാമിക വളരെ ചെറുതിലെ അമ്മ മരിച്ചുപോയ കുട്ടിയാണ്. അതിനുശേഷം അനാമികയുടെ അച്ഛന് അനാമികയെ വളർത്താൻ തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് അനാമിക എത്തിയത്. ഒരുപാട് നാളുകൾ കാത്തിരുന്നു തന്നെയാണ് അനാമിക വളർന്നത്. കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ടവളാണ് അനാമിക. അവൾക്ക് ജീവിതം നൽകിയവനാണ് വിഷ്ണു, വിഷ്ണുവിൻ്റെ അമ്മയും. ഒരു ദിവസം സ്കൂളിൽ നിന്നും അനാമിക തിരിച്ചെത്തിയ വിതുമ്പലോടെയായിരുന്നു. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. തൻ്റെ മാതാപിതാക്കളായി വരാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന വേദന അനാമിക പങ്കുവച്ചു. അങ്ങനെയാണ് ഡയറക്ടറായ ഉദയ ഗിരിജ എല്ലാ കുട്ടികളോടൊപ്പം ഉണ്ടെങ്കിലും അനാമികയെ പ്രത്യേകമായി ദത്തെടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയിരിക്കെ അനാമികയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി. 18 വയസ്സ് വരെ മാത്രം കാരുണ്യഭവന് പെൺകുട്ടികളെ നിർത്താൻ സാധിച്ചു. അങ്ങനെയാണ് അച്ഛൻ അന്വേഷിക്കാൻ ആരംഭിച്ചത്. ആദ്യം അച്ഛന് സഹോദരനെ കണ്ടെത്തുകയും അതുവഴി അച്ഛനിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ മകളെ വേണ്ടെന്ന് മുഖത്തു നോക്കി പറയുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ മകളെ വേണ്ടെന്ന് എഴുതി കൊടുക്കുന്നു വന്നപ്പോൾ കൈകൂപ്പിയാണ് അയാൾ മകളുടെ വിവാഹമായാൽ പോലും ദയവ് ചെയ്ത് അറിയിക്കരുതെന്ന് അറിയിച്ചത്. തുടർന്ന് തിരിച്ചു വന്ന ഉദയഗിരിജ അനാമികയെ തൻ്റെ സ്വന്തം മരുമകളായി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം അനാമികയുടെ ഈ കാര്യം നേരിട്ട് ചോദിച്ചു. ഒരു സെക്കൻഡ് പോലും വൈകിപ്പിക്കാതെ സമ്മതമാണെന്ന് അപ്പോൾ തന്നെ മറുപടിയും നൽകി. അനാമിക തുടർന്നാണ് മകൾ വർഷ വഴി മകനോട് ഇക്കാര്യം ചോദിച്ചത്. ദുബായിൽ സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയായിരുന്നു വിഷ്ണു. അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ അനാമികയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ തിരഞ്ഞെടുക്കുന്നതെല്ലാം നല്ലതാണെന്ന് മനസ്സിലായി. വിഷ്ണുവിനും സഹോദരിക്കും അച്ഛൻ പണ്ടേ മരിച്ചതാണ്. അമ്മയാണെല്ലാം. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. ഇന്ന് ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടി കൂടി ജനിച്ചിരിക്കുന്നു. അതേ, സുന്ദരിയായ അനാമികയ്ക്ക് ഒരു സുന്ദരിയായ മകൾ തന്നെ ജനിച്ചു. ആ മകളെയും തൻ്റെ കൈകളിലേക്ക് ഗിരിജയ്ക്ക് താങ്ങാൻ പറ്റി. അതുതന്നെയാണ് വലിയൊരു കാര്യം.